നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡസ് ഉപയോഗിച്ചുള്ള ഡെയിലി സംസാരിക്കുന്ന കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഡയറക്റ്റ് നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് കയറാം. അപ്പോൾ ഡസ് ആദ്യം തന്നെ നമുക്ക് കുറച്ച് സെൻറ്റൻസുകളിലോട്ട് കിടക്കാം. അതിനുശേഷം നമുക്ക് ഡസ് എന്താണെന്ന് ഞാൻ പിന്നീട് വിവരിക്കുന്നതായിരിക്കും. ജസ്റ്റ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ഹെഡിങ്ങിൽ കൊടുത്തിരിക്കുന്ന അതേ സെൻറ്റൻസിനെ നമുക്ക് ജസ്റ്റ് എടുക്കാം. അതായത് അദ്ദേഹം ഇവിടെയാണോ വർക്ക് ചെയ്യുന്നത് എന്ന് പറയുന്ന സെൻറ്റൻസാണ്. ജസ്റ്റ് നമുക്ക് നോക്കാം. ഡസ് ഹീ വർക്ക് ഹിയർ? അദ്ദേഹം ഇവിടെയാണോ വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് ഡസ് ഹീ വർക്ക് ഹിയർ? അദ്ദേഹം ഇവിടെയാണോ വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണത്. ഇത് നമ്മൾ സാധാരണ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, അതായത് നമ്മുടെ സുഹൃത്തുക്കളോ നമ്മുടെ റിലേറ്റീവ്സോ അതേപോലെ തന്നെ നമുക്കറിയാവുന്ന ആരെങ്കിലുമോ നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും കമ്പനിയിൽ വെച്ചോ സ്ഥാപനത്തിൽ വെച്ചോ നമ്മളിങ്ങനെ വർക്ക് ചെയ്യുന്നതായിട്ട് കണ്ടാൽ അവിടെയുള്ള ആൾക്കാരോട് നമ്മൾ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണിത്. ഡസ് ഹീ വർക്ക് ഹിയർ? അദ്ദേഹം ഇവിടെയാണോ വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ നമ്മൾ സാധാരണ അങ്ങനത്തെ സിറ്റുവേഷനിലാണ് ചോദിക്കാറുള്ളത്. ആ സെൻറ്റൻസാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഡസ് ഹീ വർക്ക് ഹിയർ? അദ്ദേഹം ഇവിടെയാണോ വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യനാണ് അവിടെ വന്നിരിക്കുന്നത്. സോ അപ്പോൾ തന്നെ ഡസ് എന്തുകൊണ്ടാണ് ഞാൻ അവിടെ യൂസ് ചെയ്തത്? നിങ്ങൾ ശ്രദ്ധിച്ചോ, ഡസ് എന്തുകൊണ്ടാണ് അവിടെ യൂസ് ചെയ്തത്? ഡസ് ഞാൻ എന്തുകൊണ്ടാണ് യൂസ് ചെയ്തത് എന്ന് വെച്ചാൽ അതിൽ ഒന്നാമത്തെ കാരണം ഹീ വന്നുകൊണ്ടാണ് അവിടെ ഞാൻ ഡസ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ റൂൾ പ്രകാരം സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, ഓർക്കുക സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, അതിൻ്റെ ക്ലാസ് ഞാൻ പ്രീവിയസ് എപ്പിസോഡിൽ ഞാൻ എടുത്തിട്ടുണ്ട്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ടെൻസ് ക്ലാസ്, ഗ്രാമർ ക്ലാസ്, അത് കാണാത്തത് തീർച്ചയായിട്ടും കാണണം. സോ അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ റൂൾ പ്രകാരം ഹീയെ ഷീയെ ഇറ്റ് അല്ലെങ്കിൽ ഒരു വസ്തുവോ സബ്ജക്റ്റ് വരികയാണെങ്കിൽ നമ്മൾ ഡസ് ആണ് ഉപയോഗിക്കുന്നത്. സോ അതേപോലെ തന്നെ സബ്ജക്റ്റ് ദയെ വിയെ ഐയെ യുവ് വരികയാണെങ്കിൽ നമ്മൾ ഡു ആണ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഡൂവും ഡസും ആരായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഓക്സിലറി വെർബായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അത് ഓർത്തിരിക്കുക. അത് എന്തിനാണ് ആക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതായത് നെഗറ്റീവ് സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്വസ്റ്റ്യൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിങ്ങനെ ഈ രണ്ട് രീതിയിൽ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ, അതായത് ഡൂവും ഡസും സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ വന്ന് ഒരു ഗസ്റ്റായിട്ട് ഒരു ഓക്സിലറി വെർബായിട്ട് വന്ന് അവിടെ വന്ന് ആക്ട് ചെയ്യുകയാണ്. സോ അതേപോലെ തന്നെ ഈ ഡൂവിനും ഡസിനും വേറെ അർത്ഥം കൂടെ, ഒരു മെയിൻ വെർബിൻ്റെ അർത്ഥമുണ്ട്. അതായത് എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുക, എന്തെങ്കിലും വർക്ക് ചെയ്യുക എന്ന് ഒരു ആശയമുണ്ട്. എന്നിങ്ങനെ രണ്ട് രീതിയിലുള്ള ആശയം നിങ്ങളുടെ മനസ്സിൽ വേണം. അതായത് ഓക്സിലറി വെർബായിട്ടും ആക്ഷൻ വെർബ് എന്നാണ് പറയുന്നത്. അതായത് ഞാൻ ഇന്നത് ചെയ്യുന്നു എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഡൂവും ഡസും ഒക്കെ സെൻറ്റൻസുകൾ യൂസ് ചെയ്യാറുണ്ട്. സോ അത് ഓർത്തിരിക്കുക. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല, നമ്മൾ ഡസ് ഡിസ്കസ് ചെയ്യുന്നത് കൊണ്ടാണ്. സോ അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിലുള്ള സ്വഭാവം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. ഇവിടെ ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ സഹായിക്കാൻ വേണ്ടി ഒരു ഓക്സിലറി വെർബായിട്ടാണ് ഡസ് ഇവിടെ ആക്ട് ചെയ്തിരിക്കുന്നത്. സോ ഈ രണ്ട് റീസൺ കൊണ്ടാണ് നമ്മളിവിടെ ഡസ് ഇവിടെ വന്നിരിക്കുന്നത്. സോ അതായത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലെ സെൻറ്റൻസാണ്, ഹീ വന്നുകൊണ്ടാണ് ഡസ് വന്നത്. അതേപോലെ തന്നെ ഡസ് ഇവിടെ ആരായിട്ടാണ് ആക്ട് ചെയ്തിരിക്കുന്നത്? ഒരു ഓക്സിലറി വെർബായിട്ടാണ് ആക്ട് ചെയ്തിരിക്കുന്നത്. സോ അത് ഓർത്ത് വെച്ചിരിക്കുക, മനസ്സിലത് വേണം. സോ എന്നാൽ മാത്രമേ ഈ നമ്മൾ ഡസ് പറയുന്ന ആ സെൻറ്റൻസുകൾ നിങ്ങളുടെ മനസ്സിലിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് സംഭവം ഇന്ന് കേൾക്കും, നാളെ അത് മറന്നു പോകും. സോ ഓർത്തിരിക്കുക. അതേപോലെ സിമ്പിൾ പ്രസൻറ്റിൻ്റെ ക്ലാസ് എടുത്തിട്ടുണ്ട്, തീർച്ചയായിട്ടും വാച്ച് ചെയ്യണം. സോ അപ്പോൾ നമുക്ക് അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. അടുത്ത സെൻറ്റൻസ് ഒരു നമ്മൾ സ്ഥിരം സംസാരിക്കുന്ന ഒരു എക്സ്പ്രഷനാണ്, ഒരു പ്രത്യേക ശൈലിയാണ്. ജസ്റ്റ് നമുക്ക് നോക്കാം. ഹീ ഡസൻറ്റ് ഈറ്റ് ദിസ്? അവൻ ഇത് കഴിക്കത്തില്ല. അല്ലേ? ഹീ ഡസൻറ്റ് ഈറ്റ് ദിസ്. ഹീ ഡസൻറ്റ് ഈറ്റ് ദിസ്. ഡസ് ഹീ? ആ അല്ലേ എന്നൊരു എക്സ്പ്രഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ സെൻറ്റൻസിൻ്റെ അവസാനം ഡസ് ഹീ എന്ന് പറഞ്ഞ സെൻറ്റൻസ് ചേർത്തിരിക്കുന്നത്. അതായത് ഡസ് ഹീ എന്ന് വെച്ചാൽ അല്ലേ എന്നൊരു എക്സ്പ്രഷനാണ്. ഡസ് ഹീ അല്ലേ എന്ന് പറഞ്ഞൊരു എക്സ്പ്രഷനാണ്. നമുക്ക് ആ സെൻറ്റൻസ് ഒന്നുകൂടെ നോക്കാം. ഹീ ഡസൻറ്റ് ഈറ്റ് ദിസ്? അവൻ ഇത് കഴിക്കത്തില്ല അല്ലേ എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. നമ്മുടെ സാധാരണ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളോട് സംസാരിക്കാറുള്ളതാണ്. നമ്മൾ ഏതെങ്കിലും പ്രത്യേക ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ അവർ കമൻറ്റ് പറയാറുള്ളതാണ്, ഹീ ഡസൻറ്റ് ഈറ്റ് ദിസ്, അല്ലേ അവൻ ഇത് കഴിക്കത്തില്ല അല്ലേ എന്ന് പറഞ്ഞൊരു ശൈലിയിൽ സംസാരിക്കാറുള്ളതാണ്. നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ സംസാരിക്കാറുള്ളതാണ്, നമ്മൾ മലയാളത്തിൽ ഇതേ രീതിയിൽ നമ്മൾ സംസാരിക്കാറുള്ളതാണ്. അവൻ ഇത് കഴിക്കത്തില്ല അല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ മലയാളത്തിലും സംസാരിക്കാറുള്ളതാണ്. സോ അത് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ സോ ആ സെൻറ്റൻസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക, ആ എക്സ്പ്രഷനും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഹീ ഡസൻറ്റ് ഈറ്റ് ദിസ്. ഡസ് ഹീ? അവൻ ഇത് കഴിക്കത്തില്ല അല്ലേ എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണത്. സോ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അവിടെ ഡസ് വന്നത് എന്തുകൊണ്ടാണ്? ഹീ വന്നതുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഡസ് വന്നിരിക്കുന്നത് നെഗറ്റീവാണ്, ഡസ് നോട്ടാണ്. അതിനെയാണ് ഡസിങ് എന്ന് ഞാൻ എഴുതിയിരിക്കുന്നത്. സോ അത് ഓർത്തിരിക്കുക. നമ്മൾ ഡസിൻ്റെ നിന്നാണ് നമ്മൾ സാധാരണ നോർമലി സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്നതിൻ്റെ കോൺട്രാക്റ്റഡ് ഫോം എന്ന് പറയും. സോ അത് ഓർത്ത് വെച്ചിരിക്കുക. ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. ഒരു ക്വസ്റ്റ്യനാണ് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യനാണ്.
ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ബൈ കാർ? ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ബൈ കാർ? ഇത് നമ്മൾ സാധാരണ ടാക്സിയൊക്കെ പിടിച്ച് പോകാൻ നേരത്ത് നമ്മൾ ചോദിക്കാറുള്ളതാണ്. ഇവിടുന്ന് എനിക്ക് ഇന്ന സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട് എത്ര സമയമെടുക്കും എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യനാണ്. ആ രീതിയിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ബൈ കാർ? കാറിൽ ഇവിടുന്ന് എനിക്ക് ഇന്ന സ്ഥലത്ത് എത്താൻ എത്ര ദൂരം എടുക്കും എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യനാണ്. ഇത് നമ്മൾ സാധാരണ നമ്മൾ സുഹൃത്തുക്കളുടെ കൂടെ എവിടെയെങ്കിലുമൊക്കെ ടൂർ പോകാനോ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുമ്പോൾ നമ്മൾ കാറിൽ പോകാനാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നമ്മൾ സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതായത് കാറിൽ പോകാൻ നമുക്ക് ഇവിടുന്ന് ഇന്ന സ്ഥലം വരെ പോകാൻ എത്ര സമയം എടുക്കും എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യനാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ബൈ കാർ? കാറിൽ ഇത് അവിടെ എത്താൻ എത്ര സമയം എടുക്കും എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യനാണ്. എത്ര നേരം എടുക്കും എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യനാണ്. ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ബൈ കാർ? കാറിൽ എത്ര സമയം എടുക്കും എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യനാണ്. സോ അതും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതൊരു ക്വസ്റ്റ്യനാണ്, ക്വസ്റ്റ്യൻ മേഡാണ്. ഹൗ ലോങ് നമ്മൾ ആഡ് ചെയ്തിരിക്കുകയാണ്. എവിടെ ആഡ് ചെയ്തിരിക്കുകയാണ്? ഡസിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ മേഡ് ആഡ് ചെയ്തിരിക്കുകയാണ്. സോ ഇങ്ങനെയാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലെ ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാക്കുന്നത്. അതായത് ഏത് ക്വസ്റ്റ്യൻ മേഡാണോ അത് ആ ഡസിൻ്റെ ഫ്രണ്ടിൽ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി, അത് ക്വസ്റ്റ്യൻ രൂപത്തിലോട്ട് ആയി മാറിക്കോളും. സോ അതിന് നോട്ട് ചെയ്തിരിക്കുക. ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ബൈ കാർ? എത്ര നേരം നമുക്ക് കാറിൽ എവിടെ എത്താൻ സാധിക്കും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. സോ ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസിലോട്ട് നോക്കാം. ഡസ് വെച്ച് ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഡസ് ഹീ സ്റ്റഡി ഇംഗ്ലീഷ് എവരി ഡേ? ഇത് ടീച്ചറൊക്കെ കുട്ടികളുടെ പേരൻസിനോട് ചോദിക്കാറുള്ളതാണ്. ഡസ് ഹീ സ്റ്റഡി ഇംഗ്ലീഷ് എവരി ഡേ? അവൻ എല്ലാ ദിവസവും ഇംഗ്ലീഷ് പഠിക്കാറുണ്ടോ? ഡസ് ഹീ സ്റ്റഡി ഇംഗ്ലീഷ് എവരി ഡേ? അവൻ എല്ലാ ദിവസവും ഇംഗ്ലീഷ് പഠിക്കാറുണ്ടോ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യനാണ്. ഡസ് ഹീ സ്റ്റഡി ഇംഗ്ലീഷ് എവരി ഡേ? അവൻ എല്ലാ ദിവസവും ഇംഗ്ലീഷ് പഠിക്കാറുണ്ടോ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യനാണ് അത്. അപ്പോൾ ഡസ് വെച്ചാണ് ക്വസ്റ്റ്യൻ ചേർത്തിരിക്കുന്നത്. അവിടെയും ഡസ് ആരാണ് വർക്ക് ചെയ്യുന്നത്? ഓക്സിലറി വെർബായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുവാൻ സഹായിക്കാൻ വന്നിരിക്കുകയാണ്. സോ അപ്പോൾ തന്നെ ആ ഡസ് നമ്മൾ എന്തുകൊണ്ടാണ് യൂസ് ചെയ്തത്? ഹീ വന്നതുകൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്തത്. ഹീ ഷീ ഇറ്റിന് നമ്മൾ ഡസ്സാണ് യൂസ് ചെയ്തത്. സോ ഓർത്തിരിക്കുക, അതും ഒരു സിമ്പിൾ പ്രസൻറ്റൻസിലെ സെൻറ്റൻസാണ്. സോ ഞാനിങ്ങനെ ഗ്രാമർ സിമ്പിൾ പ്രസൻറ്റൻസ് എന്നൊക്കെ പറയുമ്പോൾ പേടിക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരൊന്നും പേടിക്കരുത്, ജസ്റ്റ് പേടിക്കരുത്. നമ്മൾ സിമ്പിൾ പ്രസൻറ്റൻസിൻ്റെ ക്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളത് കണ്ട ഒരു പ്രാവശ്യം കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പിടികിട്ടി എന്താ ഞാൻ പറയുന്നത് ഉദ്ദേശിക്കുന്നതെന്ന്. ഞാൻ പിന്നെ ഇങ്ങനെ പറയുന്നത് എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലോട്ടൊന്ന് പതിയാൻ വേണ്ടിയിട്ടാണ്. ഈ ഗ്രാമർ പേടിക്കുകയല്ല വേണ്ടത്. അതായത് ഓക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്. പേടിക്കരുത്, അതിനെ വളരെ ലളിതമായിട്ട് കരുതുക. അതായത് ഇതാണ് എന്ന് വളരെ ലളിതമായിട്ട് നിങ്ങൾ കരുതുക. നമ്മളെക്കൊണ്ടും പറ്റും ഇത് പഠിക്കുവാനായിട്ട്. സോ അങ്ങനെ കരുതുക. സോ ഓക്കെ, അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമുക്കിനി അടുത്ത സെൻറ്റൻസിലോട്ട് പോവാം. ഡസ് ഹീ നോ യുവർ ഫോൺ നമ്പർ? ഡസ് ഹീ നോ യുവർ ഫോൺ നമ്പർ? അവന് നിൻ്റെ ഫോൺ നമ്പർ അറിയാമോ എന്ന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. ഡസ് ഹീ നോ യുവർ ഫോൺ നമ്പർ? അവന് നിൻ്റെ ഫോൺ നമ്പർ അറിയാമോ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഡസ് ഹീ നോ യുവർ ഫോൺ നമ്പർ? അവന് നിൻ്റെ ഫോൺ നമ്പർ അറിയാമോ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണത്. സോ അപ്പോൾ അതും നമ്മൾ ഡസ് വെച്ചാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിൻ്റെ ആൻസർ അറിയാമെങ്കിൽ അറിയാമെന്ന് കൊടുക്കാം, ഇല്ലെങ്കിൽ നോ എങ്കിൽ നോ എന്ന് നമുക്ക് കൊടുക്കാം. സോ അപ്പോൾ ഡസ് ഹീ നോ യുവർ ഫോൺ നമ്പർ? അവൻ നിൻ്റെ ഫോൺ നമ്പർ അറിയാമോ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യനാണ്. ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലൊരു ക്വസ്റ്റ്യനാണ്. ഡസ് വെച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. എന്തുകൊണ്ടാണ് ഡസ് നമ്മൾ ചേർത്തത്? ഹീ വന്നുകൊണ്ടാണ് നമ്മൾ ഡസ്സും ചേർത്തത്. സോ അതും ഓർത്തിരിക്കുക. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകാം. ഒരു ഡബ്ല്യു വെച്ച് ക്വസ്റ്റ്യനാണ്. നമ്മൾ പറഞ്ഞതിനോട്ട് ജസ്റ്റ് ഡസിൻ്റെ മുന്നിൽ ഡബ്ല്യു വെച്ച് ക്വസ്റ്റ്യൻ ആഡ് ചെയ്താൽ മതി. നോക്കാം. വാട്ട് ഡസ് ഇറ്റ് മീൻ? വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇതിൻ്റെ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ആ ക്വസ്റ്റ്യൻ്റെ അർത്ഥം. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇതിൻ്റെ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ആ ക്വസ്റ്റ്യൻ്റെ അർത്ഥം. സോ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ വാട്ട് എവിടെ ഇട്ടിരിക്കുന്നത്? ജസ്റ്റ് ഡസിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഞാൻ ആഡ് ചെയ്ത് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇതിൻ്റെ അർത്ഥം എന്താണ് എന്നാണ് അതിൻ്റെ അർത്ഥം. സോ അതും പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഡസ് വെച്ച് എങ്ങനെയാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും കാണും. അതിൻ്റെ സ്ട്രക്ചറൽ ഫോർമാറ്റ് എങ്ങനെയാണ് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ജസ്റ്റ് ഒന്ന് പറയാം. വാട്ട് വന്നു, ഡസ് വന്നു, ഡസ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റാണ് വരുന്നത്, അതിനുശേഷം നമ്മുടെ വെർബാണ് വരുന്നത്, ബേസ് ഫോം ആയിട്ടുള്ള വെർബാണ് വരുന്നത്. സോ അത് ഓർത്തിരിക്കുക. അത് വെർബിന് വരുന്ന മാറ്റങ്ങളൊക്കെ ഞാൻ സിമ്പിൾ പ്രസൻറ്റൻസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സോ അത് നിങ്ങൾ തീർച്ചയായിട്ടും വാച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടും. സോ നമുക്ക് പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. സോ ഓർത്തിരിക്കുക. സോ അപ്പോൾ നിങ്ങൾ ക്വസ്റ്റിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കി പോവുക. ഇതിങ്ങനെയൊക്കെയാണെന്ന് ആശയപരമായിട്ട് മനസ്സിലാക്കി പോവുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഡെയിലി നിങ്ങൾക്ക് സംസാരിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്കത് സാധിക്കും. സോ നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. വെൻ ഡസ് ഇറ്റ് അറൈവ്? വെൻ ഡസ് ഇറ്റ് അറൈവ്? ഇത് നമ്മൾ സാധാരണ നമ്മൾ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ നമ്മൾ അവിടെ ചോദിക്കാറുള്ളതാണ്. ഈ ട്രെയിൻ എപ്പോൾ അവിടെ എത്തും എന്ന് നമ്മൾ ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വെൻ ഡസ് ഇറ്റ് അറൈവ്? ഇത് എപ്പോൾ അവിടെ എത്തും, ഇന്ന സ്ഥലത്ത് എപ്പോൾ എത്തും എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് വെൻ ഡസ് ഇറ്റ് അറൈവ്. ഇത് എപ്പോൾ അവിടെ എത്തും എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യനാണ് വെൻ ഡസ് ഇറ്റ് അറൈവ്. ഇത് എപ്പോൾ അവിടെ എത്തും എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യനാണ്. സോ അപ്പോൾ അവിടെ നിങ്ങൾ നോക്കുക, ജസ്റ്റ് ഡസിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ വെൻ എന്നുള്ള എപ്പോഴെന്നുള്ള ആ ക്വസ്റ്റ്യൻ മേഡ് ജസ്റ്റ് ആഡ് ചെയ്തിരിക്കുന്നത്. സോ അതും ഓർത്ത് വെച്ചിരിക്കുക. ഇങ്ങനെയാണ്
നമ്മൾ ക്വസ്റ്റ്യൻ ഇടുക നിർമ്മിക്കുന്നുണ്ട്. സോ ഇനി ഒരു എക്സാമ്പിളോടെ നോക്കാം. വാട്ട് ടൈം ഡസ് ഇറ്റ് ഓപ്പൺ? വാട്ട് ടൈം ഡസ് ഇറ്റ് ഓപ്പൺ? ഇത് നമ്മൾ സാധാരണ ചില കടകളൊക്കെ ചില മാളുകളൊക്കെ എപ്പോഴാണ് തുറക്കുന്നത് എന്ന് അതിൻ്റെ അടുത്തുള്ള ഷോപ്പിലെ ആൾക്കാരോടൊക്കെ നമ്മൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. വാട്ട് ടൈം ഡസ് ഇറ്റ് ഓപ്പൺ? അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മൾ ചോദിക്കുന്നതാണ് ഇതെപ്പോൾ തുറക്കും എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. വാട്ട് ടൈം ഡസ് ഇറ്റ് ഓപ്പൺ? അതേപോലെ തന്നെ നമ്മൾ ഇതെപ്പോൾ അടയ്ക്കും എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് വാട്ട് ടൈം ഡസ് ഇറ്റ് ക്ലോസ്? ഇതെപ്പോൾ ക്ലോസ് ചെയ്യും എന്നൊരു ചോദ്യമാണ്. വാട്ട് ടൈം ഡസ് ഇറ്റ് ക്ലോസ്? ഇത് എത്ര മണിക്കെന്നാണ് ഉദ്ദേശിക്കുന്നത്, എത്ര മണിക്ക് ക്ലോസ് ചെയ്യും എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യനാണ്. സോ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക എങ്ങനെയാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസുകളെല്ലാം ഫോം ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കുക. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസുകൾ ഫോം ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ഡസ് സെൻറ്റൻസുകളിൽ വരുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിലുപരി ഞാൻ ഇന്ന് പറഞ്ഞ സെൻറ്റൻസുകളുടെ ആശയപരമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ്. അതൊക്കെ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, മറ്റുള്ളവരോട് സംസാരിക്കാൻ പ്രാക്ടീസ് ചെയ്യുക. സോ ഡസിനെ പറ്റിയുള്ള ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് കാണുന്നവർ പേടിക്കരുത്. നമ്മളുടെ സിമ്പിൾ പ്രസൻറ്റൻസിൻ്റെ ക്ലാസ് എടുത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഡൂവിൻ്റെ ഡസിനും ഡിഡിനെയും ക്ലാസ് എടുത്തിട്ടുണ്ട്, അത് കാണുമ്പോൾ മനസ്സിലാവും. സോ നിങ്ങൾ സെൻറ്റൻസിൻ്റെ ആശയം ഫസ്റ്റ് മനസ്സിലാക്കുക. ഡൂവും ഡസും ഞാൻ ജസ്റ്റ് പറഞ്ഞല്ലോ ഇപ്പോൾ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അതും ജസ്റ്റ് ഒന്ന് മനസ്സിൽ വിചാരിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് സെൻറ്റൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. സോ കോൺഫിഡൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക, ധൈര്യമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുക, പേടിക്കരുത്, ധൈര്യമായിട്ട് മറ്റുള്ളവരോട് ഇംഗ്ലീഷ് സംസാരിക്കുക. സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ കൊണ്ട് ക്ലോസ് ചെയ്യുന്നു. സോ നമ്മുടെ ചില സെൻറ്റൻസുകളുണ്ട് ഡെയിലി യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ക്ലാസ് ഇടുന്നതായിരിക്കും. ഇനിയും എക്സ്ട്രാ സെൻറ്റൻസുകൾ വേണമെന്നുണ്ടെങ്കിൽ ഡെയിലി യൂസ് ചെയ്യുക. സോ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് അതെങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ ഇടുന്നതായിരിക്കും. ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മാത്രം മതി. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ കൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.